മറന്നു നാം സ്വർഗീയനാഥന്റെ മുൻപിൽ. ഹൃദയവേദന മറന്നു നാം സ്വർഗീയനാഥന്റെ മുൻപിൽ. നിലയ്ക്കാത്ത സ്നേഹനിധാനയ്ക്കായി അനുദിനമെന്നെന്നും വന്ദനയാം. നിലയ്ക്കാത്ത സ്നേഹനിധാനയ്ക്കായി അനുദിനമെന്നെന്നും വന്ദനയാം. അണയൂ ജനമേ അൾത്താര മുൻപിൽ ഒരുമയോടർപ്പിക്കാം ഒരു നവജനമായി. അണയൂ ജനമേ അൾത്താര മുൻപിൽ ഒരുമയോടർപ്പിക്കാം ഒരു നവജനമായി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കുഞ്ഞാട് ശക്തിയും ജ്ഞാനവും അധിപത്യവും ബഹുമാനവും സ്വീകരിക്കാൻ യോഗ്യനാണ്. അവിടത്തേക്ക് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ക്രിസ്തുരാജന്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. പ്രത്യേകമായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങനെ ശക്തമായ അനുഗ്രഹം ചൊരിയണമെന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുരാജന്റെ കരങ്ങളിലേക്ക് എത്തിച്ച് നമുക്ക് ദിവ്യബലിയർപ്പിക്കാനായി മനസ്സിനെയും ഹൃദയത്തെയും ഒരുക്കാം. സഹോദരരുടെ രഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ജനകാലം വാക്കാലം പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ അങ്ങനെ പാപം ചെയ്തു. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകെയാൽ ഇതിനെ വലിച്ചോടും എല്ലാ മാതാപിതാക്കളും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്തും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കു
നീ ചൊല്ലും ദൈവത്താഴ്മയാ ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വേകശക്തനാം ദൈവമേ താരണമങ്ങയെ പാർക്കുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശുക്രിസ്തുവേ ദൈവമേ കർത്താവാങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിരന്താനേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിരന്താനേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ ഭാഗത്തിലും ഞങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു നാമേകനാഥൻ അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവലോകത്തിൻ്റെയും രാജനായ അങ്ങേ പുത്രനിൽ സമസ്തവും ക്രമവൽക്കരിക്കാൻ അങ്ങ് മനസ്സായല്ലോ. അടിമത്തത്തിൽ നിന്നും മോചനം നേടി സകല സൃഷ്ടിജാലകളും അങ്ങേ മഹിമാവിനെ നിരന്തരം ശുശ്രൂഷ ചെയ്യാനും അനവരതം അങ്ങേ വാഴ്ത്തിപ്പുകഴ്ത്താനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണം. ആമേൻ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് സിയോൻ പുത്രി പാടിയുള്ള സിംഹം, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും, കർത്താവ് അത് ചെയ്യും. അന്ന് അനേകം ജനതകൾ കർത്താവ് ചെയ്യും. അവർ എൻ്റെ ജനമാകും, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. സൈന്യങ്ങളെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങളറിയും. അപ്പോൾ കർത്താവ് വിശുദ്ധദേശത്ത് തൻ്റെ ഓഹരിയായി യൂദായെ സ്വന്തമാക്കും. ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. മർത്യരെ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുകയും അവിടുന്ന് തൻ്റെ വിശുദ്ധ വസതിയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്.
ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കുന്നു. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറുകയോടെ പറഞ്ഞയച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. Hallelujah, 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 hallelujah. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോടുകൂടെ ഞാൻ അവോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള കർത്താവ് അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരനും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരൻ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരനും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേ ക്രിസ്തുവേ. യേശു ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട വികാരി ജോസ് മോനച്ച, പ്രസിദ്ധന്യമായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വത്സരങ്ങളായ കുട്ടികൾ, ആണ്ടുപട്ടത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് സാധാരണ ക്രിസ്തു രാജാവിന്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നത്. ക്രിസ്തു രാജാവാണ് എന്ന് നാം തിരിച്ചറിയുന്നതും ക്രിസ്തുവിന്റെ രാജ്യത്വത്തിന്റെ തിരുനാൾ നാം കൊണ്ടാടുകയാണ്. പ്രത്യേകമായിട്ട് നമ്മെ തന്നെ ക്രിസ്തു രാജന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവിടുത്തെ കൃപ നമ്മുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും ധാരാളമായിട്ട് ചൊരിയാനായി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ക്രിസ്തു
തൻ്റെ രാജാവായി നാം ഓരോരുത്തരും കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്രമാത്രം യേശുവിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ എത്രമാത്രം ഈശോയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ, അവിടുത്തെ രാജ്യത്വം നാം സ്വീകരിക്കാനായിട്ട് തുറന്നു കൊടുത്തു എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഒരു വൃദ്ധനായ ഒരു ദേവാലയത്തിൻ്റെ മുൻപിലൂടെ കടന്നു പോവുകയും അയാളോട് ഒരുവൻ ചോദിക്കുന്നുണ്ട്, അങ്ങ് എവിടെ പോകുന്നത്? അപ്പോൾ ആ വൃദ്ധൻ മറുപടി പറയുന്നത്, ഞാനെൻ്റെ ദേവാലയത്തിലേക്ക് പോകുന്നു, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. വീണ്ടും ആ യുവാവ് ആ വൃദ്ധനോട് ചോദിക്കുകയാണ്, അങ്ങയുടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ അങ്ങയുടെ ഈശോ എത്രമാത്രം വലുതാണ്, എത്രമാത്രം ചെറുതാണ് എന്ന് പറയാനായിട്ട് സാധിക്കുമോ എന്ന്. അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞ മറുപടി ഇതാണ്, എൻ്റെ ഈശോ എത്രമാത്രം ചെറുതാണ് വലുതാണ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഒരു കാര്യം എനിക്ക് പറയാനായിട്ട് സാധിക്കും, എൻ്റെ ഈശോ സ്വർഗാദി സ്വർഗങ്ങളുടെ രാജാവാണ്. ആ സ്വർഗാദി സ്വർഗങ്ങളുടെ രാജാവായ എൻ്റെ ഈശോ അത്രമാത്രം ചെറുതായിട്ടാണ് എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നത്. അത്രമാത്രം ചെറുതായി എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന എൻ്റെ ഈശോ സ്വർഗാദി സ്വർഗങ്ങളുടെ രാജാവായ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ എന്നും നിൽക്കുന്നു എന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി. ഒരിക്കൽ മദർ തെരേസയോട് തൻ്റെ സഹോദരൻ, പട്ടാളക്കാരനായ സഹോദരൻ, ഏകദേശം ഒരു 20,000 പേരെയെല്ലാം സേവനം ചെയ്യുന്ന ഈ പട്ടാളക്കാരനോട് മദർ തെരേസ പറയുന്നുണ്ട്, എനിക്ക് ഈശോയെ സേവിക്കാനായിട്ട് പോകണം. അപ്പോൾ അവൻ ചോദിച്ചു, എന്തിനാണ് നീ ഈശോയെ സേവിക്കാനായിട്ട് പോകുന്നത്? അപ്പോൾ മദർ തെരേസ പറഞ്ഞത് ഒരു കാര്യം ഇതാണ്, നീ 20,000 പേരെ സേവിക്കാൻ പോകുമ്പോൾ ഞാൻ ഈ ലോകത്തിൻ്റെ തന്നെ, സ്വർഗത്തിൻ്റെ തന്നെ രാജാവായ ക്രിസ്തുവിനെയാണ് സേവിക്കാനായിട്ട് പോകുന്നത്. ആ ക്രിസ്തുവിനെ ഞാൻ സേവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാം രാജാവായി മാറിയ ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു സേവനം എനിക്ക് അത്രമാത്രം വിലപ്പെട്ടതാണ്, വലുതായിട്ട് മാറുവാനായിട്ട് സാധിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ഈ ക്രിസ്തുരാജൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ മുമ്പിലേക്കെല്ലാം വന്ന് വാതിലിൽ മുട്ടുന്നുണ്ട്. പക്ഷെ ഈ വാതിലിൽ മുട്ടുന്ന ക്രിസ്തുരാജനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക് സ്വീകരിക്കണമെങ്കിൽ ആ വാതിൽ നാം തുറക്കേണ്ടിയിരിക്കും. കാരണം ഈ വാതിലിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വാതിലിൻ്റെ ഡോറുകൾ തുറക്കാനായിട്ട് അകത്തു നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. അകത്തു നിന്ന് മാത്രം തുറക്കുന്ന ഒരു ഡോറാണ് നമ്മുടെ മനസ്സിൻ്റേത്. ആ പുറത്തു നിന്ന് നമ്മുടെ ക്രിസ്തുരാജൻ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ വാതിലുകൾ വന്ന് മുട്ടുമ്പോൾ അകത്തു നിന്ന് നമുക്ക് തുറക്കാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ ആ രാജാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ശിഷ്യൻ എത്തുകയാണ്. ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരു, അങ്ങ് ഈ നിൽക്കുന്ന എല്ലാ ശിഷ്യന്മാരും അങ്ങിൽ നിന്ന് മാത്രമാണ് പഠിക്കുന്നത്, അങ്ങ് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. പക്ഷേ ഈ ശിഷ്യന്മാരെല്ലാവരും പുറത്തിറങ്ങുമ്പോൾ അവർ പല രൂപത്തിലായിട്ട് മാറുന്നു, പല ഭാവത്തിലായിട്ട് മാറുന്നു, പല ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം അങ്ങിൽ നിന്ന് മാത്രം വിദ്യ അഭ്യസിച്ച് വളർന്നു വന്ന നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വ്യത്യസ്തരായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? ഈ ഗുരു ഈ ശിഷ്യനെ വിളിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പൂന്തോട്ടത്തിലേക്ക് ചെല്ലുകയാണ്. പൂന്തോട്ടത്തിലേക്ക് ചെന്നിട്ട് ആ തോട്ടം എല്ലാം കാണിച്ചു കൊടുക്കുന്നു. നീ ഈ പൂന്തോട്ടത്തിലേക്ക് നോക്കി, ഇവിടെ എത്രമാത്രം ചെടികളുണ്ട്, എത്ര വ്യത്യസ്തമായ ചെടികളുണ്ട്, എത്ര വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ, പല പല പൂവുകൾ തരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നീ ചിന്തിച്ച് നോക്കി, ഞാൻ ഈ നിൽക്കുന്ന ചെടികൾക്കെല്ലാം വെള്ളം നനയ്ക്കുന്നത് ഈ ഒരു കുളത്തിൽ നിന്നാണ്. ഈ ഒരു കുളത്തിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളമാണ് ചെടികൾക്കെല്ലാം നനയ്ക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഫലങ്ങളെല്ലാം വ്യത്യസ്തമായ രീതിയിലേക്ക് തരുന്നു. പ്രിയമുള്ളവരെ, നാം എല്ലാം ഒരു ചെടിയിൽ നിന്നാണ് ഇതെല്ലാം സ്വീകരിക്കുന്നത്. നമ്മുടെ ഫലങ്ങളും ഈശോയ്ക്ക് അത്രമാത്രം സ്നേഹത്തോടെ, അത്രമാത്രം കരുതലോടെ സ്വീകരിക്കാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിലേക്ക് രാജാവായ ഈശോയ്ക്ക് പ്രവേശനം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കൽ ഒരുവൻ അധികം പരിചിതമല്ലാത്ത ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്യുന്ന സമയത്ത് അവന് വളരെ വ്യക്തതയില്ലാത്തൊരു വഴിയായിരുന്നു. അവനങ്ങനെ ഒരു അഗാധമായൊരു ഗർത്തത്തിലേക്ക് പോവുകയാണ്. ആ ഗർത്തത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്ന സമയത്ത് ആ വഴിയിൽ ഒരു മനുഷ്യൻ പോകുന്നുണ്ട്. അവൻ ഉച്ച
ഉച്ചത്തിൽ നിലവിളിക്കുന്നു, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. ഇവൻ ഈ ഗർത്തത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, ഇവന് കൈ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. പക്ഷെ അവന് എന്ത് കാരണവശാലും അത് കയറാനായിട്ട് സാധിക്കുന്നില്ല. അവൻ പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് നിന്നെ കയറ്റാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനത് വീണ്ടും മടങ്ങിപ്പോവുകയാണ്. പിന്നെയും അവൻ ആ ഗർത്തത്തിൽ നിന്നുകൊണ്ട് ഒച്ചയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വഴി ഒരു രാഷ്ട്രീയക്കാരൻ പോവുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളും കടന്നു പോവുകയാണ്. ഇവൻ ആകെ വിഷമത്തിലായി. എന്നെ രക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഈ അഗാധ ഗർത്തത്തിൽ നിന്ന് എങ്ങനെ പൊങ്ങിപ്പോരുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈശോ ആ വഴി കടന്നു പോകുന്നത്. ഈശോ ആ വഴി കടന്നു പോകുന്ന സമയത്ത് ഇവന്റെ അഗാധമായ കരച്ചിൽ കേൾക്കുകയാണ്. എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഗാധമായ കരച്ചിലിന്റെ സമയത്ത് ഈശോ ഈ ഗർത്തത്തിലേക്ക് നോക്കുന്നു. ഇവൻ അവിടെ നിന്ന് കൈയൊക്കെ പൊക്കി കാണിക്കുകയാണ്. വേഗം ഈശോ ഈ ഗർത്തത്തിലേക്ക് ചാടി താഴെ ഇറങ്ങിയിട്ട് അവനോട് പറയുന്നു, എൻ്റെ ചുവരിൽ ചോട്ടിൽ കയറിക്കൊള്ളുക. അങ്ങനെ ഈശോ താഴെ നിന്നുകൊണ്ട് ഈശോയുടെ ചുമരിൽ ചവിട്ടി ഇവൻ ഈ ഗർത്തത്തിൽ നിന്ന് മുകളിലേക്ക് വരികയായിരുന്നു. വന്നതിന് ശേഷം ഈശോ ആ ഗർത്തത്തിൽ നിന്ന് കയറി വന്നപ്പോൾ ഈശോയുടെ മേലാസകലം പൊട്ടിയിരിക്കുകയാണ്. ഇവൻ പറയുന്നുണ്ട്, കർത്താവേ, നീ എനിക്ക് വേണ്ടി ഇത്രമാത്രം ചെയ്തിട്ടും അങ്ങേ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലല്ലോ, എന്തുകൊണ്ടാണ് എനിക്കതിന് സാധിക്കാത്തത്? അപ്പോൾ ഈ കർത്താവ് ഇവനോട് പറയുന്ന കാര്യമാണ്, നിന്റെ മനസ്സും ഹൃദയവും തുറന്നു വെക്കുക. ഞാൻ വന്ന എത്രയോ പ്രാവശ്യം നിന്റെ മനസ്സിന്റെ ഹൃദയത്തിന്റെ വാതിലുകളിൽ കൊട്ടി, നീ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി തുറക്കുന്നുണ്ട്? സ്നേഹം നിറഞ്ഞവരെ, നാം ഇന്ന് ഈ ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രിസ്തു രാജാവായ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് വരുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകൾ, മനസ്സിന്റെ വാതിലുകൾ തുറന്നു വെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ ഈശോയെ നമ്മുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പ്രത്യേകം ഇതുവരെ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പ്രിയ സഹോദരൻ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി കർത്താവ് സഭയെ കൈമാറുന്ന സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവനുമുള്ള ജനതകൾക്ക് വേണ്ടി കർത്താവ് അവരുടെ ഇടയിൽ കനിവാർന്ന ഹൃദയായിക്കം നിലനിർത്തുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവിധ ആവശ്യങ്ങളാൽ നിരക്കുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവ് എല്ലാവർക്കും കനിവാർന്ന ആശ്വാസം നൽകട്ടെ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കും നമ്മുടെ സമൂഹത്തിനു വേണ്ടി കർത്താവ് നമ്മെല്ലാവരെയും അവിടത്തേക്ക് സ്വീകാര്യമായ വസ്തുക്കളാണ് സ്വീകരിക്കാൻ കനിയണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കൊറോണ വൈറസ് മൂലം കഷ്ടപ്പെടുന്ന നമ്മുടെ സമൂഹത്തെ സമർപ്പിക്കാൻ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ നിന്നെല്ലാം എത്രയും വേഗം നിങ്ങൾക്ക് മോചനം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആ പ്രാർത്ഥന നിങ്ങൾക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. ഈശോയുടെ അനുഗ്രഹം ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ധാരാളമായി ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അമലവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സഭയുടെ ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ശ്രമിക്കണമേ. എന്തെന്നാൽ കാരുണ്യത്തിലൂടെയവൻ അങ്ങ് തന്നെയാണ്. ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്നത് ഫലപ്രദമായി ഞങ്ങൾ സംസ്ഥാപിക്കാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ.
ജീവിതം മുഴുവൻ ജീവിതം മുഴുവൻ ഉള്ളിലൊരത്താരക്കുന്നു ഞാൻ. അമ്മയാമേരിയും നിർമ്മല സ്നേഹരും നമ്മളോടൊപ്പം ഈ ബലിയിൽ. അമ്മയാമേരിയും നിർമ്മല സ്നേഹരും നമ്മളോടൊപ്പം ഈ ബലിയിൽ. സ്വർഗം തുറക്കുന്ന പാവന ബലിയിൽ നാം ചേരുന്നതെന്തു ഭാഗ്യം. സ്വർഗം തുറക്കുന്ന പാവന ബലിയിൽ നാം ചേരുന്നതെന്തു ഭാഗ്യം. ഈ ജന്മം ബലിയായി നൽകാൻ ഞങ്ങൾ അണയുന്നു. മുൻപിൽ സ്നേഹമോടെ കൈകൾ ഊതുന്നു. ജീവിതം മുഴുവൻ ബലിയായി അണയ്ക്കുവാൻ ഉള്ളിലൊരത്താരക്കുന്നു ഞാൻ. സഹോദരന്റെയും നിങ്ങളുടെയും വലിയ സർവശക്തൻ പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കവൻ. കർത്താവേ, മാനവവംശത്തെ അങ്ങയോട് ബന്ധപ്പെടുത്തുന്ന ഈ ബലി അങ്ങേക്ക് അർപ്പിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ പുത്രനെ സകല ജനതകൾക്കും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ദാനങ്ങൾ നൽകുമാറാകട്ടെ. എന്നും ജീവിച്ചു വാഴുവാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിനോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ തിരിക്കും. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാവുന്നു. അത് ഉചിതവും ന്യായവും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തൻ നിത്യമായ ദൈവമേ, എങ്കിലും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിത്യപുരോഹിതനും സർവ്വലോകത്തിൻ്റെയും രാജാവുമായി ആനന്ദ തൈലം കൊണ്ട് അങ്ങ് അഭിഷേകിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ കുരിശിൻ്റെ അത്താരയിൽ നിർമ്മലവും
സമാധാനദാനവുമായ ബലി അർപ്പിച്ചുകൊണ്ട് മാനവ പത്രാണത്തിൻ്റെ രഹസ്യം പൂർത്തീകരിക്കുകയും സർവസൃഷ്ടിജാലങ്ങളെയും തൻ്റെ അധികാരത്തിന് കീഴിലാക്കി അങ്ങേ മഹാമഹിമയ്ക്കാണ് സത്യത്തിൻ്റെയും ജീവന്റെയും രാജ്യം, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, പത്രാസനന്മാർ, അധീശരന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃത്തങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മങ്ങിയ പിണ്ടലം ഹോസാന ഹോസാന അത്യുന്നതങ്ങൾ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനെ ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങൾ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വജനാന്തരങ്ങളും സമുചിതമായ നിയമമാണ്. എന്തുകൊണ്ടാണ് ഈ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് പ്രവർത്തനത്താൽ അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങ് നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടത് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണം. അങ്ങനെ ഭംഗിയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി പെരുമാറുന്നു. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാതിരിക്കുന്നത് എൻ്റെ ശരീരമാണ്. അപ്രകാരം തന്നെ താഴെ കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്നു. എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കാണ് ചെയ്യുക. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് അങ്ങനെ പ്രഖ്യാപിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഒരുക്കവും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അടുത്ത പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ബലിപ്പിക്കൽ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ ലഭിച്ചവരെ വസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതനായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും
ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണം. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കായി തീർക്കുമാറാണ്. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവകാശം ഞങ്ങൾക്ക് ലഭിക്കാനിടയാകണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത സഹായം കൈവരുന്ന ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുജനത്തിൻ്റെയും ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിന് സ്നേഹത്തിന് ഉറപ്പിക്കാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവ്വം കേട്ടരുളണം. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവ്വം ഒന്നിപ്പിക്കണം. ഞങ്ങളുടെ വൃത്തിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവ്വം പ്രവേശിപ്പിക്കണം. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ പൂരിതരായ ദിവ്യോപദേശത്താൽ പോകുന്നതിനാണ് നിർഭയം നമുക്ക് ചൊല്ലാം. ഞങ്ങൾ മരണം രാജ്യം സ്വർഗത്തിലേക്കോ നിന്നുള്ള അന്ന് വേണ്ടുന്നു ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യതന്ത്രോ ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ പാപപരീക്ഷ ഉൾപ്പെടുത്താതെ തിന്മയിൽ കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളെ ദിനങ്ങളിൽ സമാധാനം പരിമാണം നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അംഗീകരണങ്ങളുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാണല്ലോ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നൊക്കെ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ സഭയുടെ വിശ്വാസം ഞങ്ങൾ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ എന്ന് നാം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നതാണ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം എന്നോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നത്. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവെ, അങ്ങനെ ഭക്തി പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ചിരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിധയാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്കാരിയുണ്ട്. അവിടെ അതിൽ കുടികൊള്ളാം ആത്മനാഥനീശോവരേണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്കാരിയുണ്ട്. അവിടെ അതിൽ കുടികൊള്ളാം ആത്മനാഥനീശോവരേണേ. തിരുവോസ്തിരുമന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിണം നുകരാൻ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരുമന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനിണം നുകരാൻ അതിയായ ദാഹമുണ്ട്. അതിനായി വരവേഗമേ, അതിനേശു നീ വരണേ. അതിനായി വരവേഗമേ, അതിനേശു നീ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്കാരിയുണ്ട്. അവിടെ അതിൽ കുടികൊള്ളാം ആത്മനാഥനീശോവരേണേ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമുക്കായി ദിവ്യബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയും നല്ലൊരു വചന സന്ദേശം നമുക്ക് നൽകുകയും ചെയ്തത്
ഭരണാധികാരിയായിട്ട് സേവനം ചെയ്തു വരികയാണ്. ഈ തിരുനാൾ ദിനങ്ങളിൽ രണ്ടാമത്തെ ദിനമായിരുന്നു നമുക്ക് വേണ്ടി വിലയിരുപ്പിച്ച് പ്രാർത്ഥിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛൻ എല്ലാ പ്രതിനിധിമാരുടെ പേരിലും അവരുടെ കുടുംബാംഗങ്ങളുടെ പേരിലും എല്ലാ ഇടവക അംഗങ്ങളുടെ പേരിലുമുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നാളെ നമ്മുടെ തിരുക്കർമ്മങ്ങൾ രാവിലെ 9 മണിക്കായിരിക്കുമെന്ന് അറിയിക്കുന്നു. എല്ലാവരും 8:45 ദേവാലയത്തിൽ എത്തിച്ചേരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനായിട്ട് എത്തുന്നത് ബഹുമാനപ്പെട്ട ജോർജ് ഉപതച്ചനാണ്. നാളെ നമുക്കായിട്ട് വചന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജോസ്മോൻ OSJ അച്ഛനായിരിക്കും. നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായിട്ട് എഴുന്നേൽക്കാം. കർത്താവ് എന്നേക്കും രാജാവായ സിംഹാസനത്തിൽ വാഴും. കർത്താവിൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അമർത്യതയുടെ മോചനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് അവിടുത്തോടുകൂടി സ്വർഗ്ഗരാജ്യത്തിൽ നിത്യമായി ജീവിക്കാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. എന്നതും ജീവിച്ച് വാഴണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നമ്മളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. ശിരസ് നമിച്ച ആശീർവാദം സ്വീകരിക്കുവൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുത്തെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് രക്ഷാകരസ്മാന്മായ ജ്ഞാനം നിങ്ങളിൽ ചൊരിയുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നടന്ന് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കരുണജനീയനും നേതാവേ, ജയ ജയ ത്രിഭുവനരാജാവേ, ജയ ജയ മഹിതലനാദാവേ, പരമപുരോഹിതജേതാവേ, കരുണജനീയനും നേതാവേ. ജയ ജയ ത്രിഭുവനരാജാവേ, ജയ ജയ മഹിതലനാദാവേ, പരമപുരോഹിതജേതാവേ, കരുണജനീയനും നേതാവേ.
കരുണ